സ്നേഹമുള്ളവരെ, ഞാൻ പഠിക്കുവാനായിട്ട് ഓസ്ട്രിയയിൽ ഇൻസ്ബ്രൂക്കിലേക്ക് വരുന്ന സമയത്ത് ആദ്യ വർഷങ്ങളിൽ മിക്കവാറും എല്ലാ ശനിയാഴ്ചകളിലും ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണുവാനായിട്ട്, മലകൾ കയറുവാനായിട്ട് ഒക്കെ പോകുമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ റെക്ടർ അച്ഛൻ, ഞങ്ങളുടെ ചാർജുള്ള അച്ഛൻ പറയുമായിരുന്നു, ആരും ഒറ്റയ്ക്ക് മലമുകളിൽ പോകരുത്. അന്ന് ചെറുപ്പത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളിത് വളരെ ഗൗരവമായിട്ടെടുത്തില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ധ്യാനത്തിനായിട്ട് അല്പം അകലെയുള്ളൊരു സ്ഥലത്തേക്ക് പോയി. ഉച്ച ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പലരും അല്പമൊക്കെ നടക്കുവാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സെമിനാരിക്കാരനെ കാണാതായി. കുറച്ച് വൈകി ഞങ്ങൾക്കൊരു അറിയിപ്പ് വന്നു, ഈ സെമിനാരിക്കാരനെ അല്പം അകലെയുള്ള ഒരു ഗ്രാമത്തിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്ന്. അയാൾ ഒറ്റയ്ക്ക് നടക്കാൻ പോയതായിരുന്നു. പോയ വഴിയിൽ എന്തിൻ്റെയോ ഇല പറിച്ച് അയാൾ കഴിച്ചു. നല്ലതാണെന്ന് കരുതി കഴിച്ച ആ ഇല പക്ഷേ വിഷമുള്ളതായിരുന്നു. ഭാഗ്യത്തിന് ആ ഗ്രാമത്തിലുള്ള മനുഷ്യർ അവനെ കൃത്യസമയത്ത് കണ്ടെത്തി ആശുപത്രിയിലെത്തിച്ചു. അന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്താണ് ഞങ്ങളോട് പണ്ട് ഞങ്ങളുടെ റെക്ടർ അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നമുക്കറിയാത്ത സാഹചര്യങ്ങളിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു താക്കീതായിരുന്നു അത്. ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരെ ഒറ്റയ്ക്കല്ല വിടുന്നത്, 2 പേരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് അവരെ അയക്കുന്നത്. യേശുവിന് അറിയാമായിരുന്നു ഇവർ ഒരുമിച്ച് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ശക്തി ഉള്ളവരായിരിക്കും. പല ചോദ്യങ്ങൾക്കും അവർക്ക് പരസ്പര പൂരകമായിട്ട് ഉത്തരങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ദൈവാനുഭവത്താൽ മനുഷ്യരെ പല രീതിയിൽ ശക്തിപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിക്കും. പരസ്പരം തിരുത്തുവാനും സഹായിക്കുവാനും സാധിക്കും. ഈ ഒരു കൂട്ടായ്മ ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഘട്ടത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ 2 പേരായിരുന്നു. അല്ലെങ്കിൽ പത്രോസ് വീണ്ടും മീൻ പിടിക്കുവാനായിട്ട് പോകുമ്പോൾ പത്രോസിനോടൊപ്പം മറ്റ് പലരും കൂടുന്നുണ്ട്. അതിനുശേഷം അവരുടെ മിഷൻ യാത്രകളിൽ, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മിഷൻ യാത്രകളിൽ അവരോടൊപ്പം പല മനുഷ്യരും ഉണ്ടായിരുന്നു. അതെ, ഈ ഒരു കൂട്ടായ്മ അവരുടെ ശക്തിയായിരുന്നു. ഇന്ന് പല മനുഷ്യരും സഭയെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. സഭയിലുണ്ടാകുന്ന പല ചർച്ചകൾ, പ്രശ്നങ്ങൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ദുർവിനിയോഗങ്ങൾ, ഇങ്ങനെയുള്ള നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ കരുത്തുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ നല്ല അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ഈ നല്ല അനുഭവങ്ങളും വെളിച്ചത്തേക്ക് വരണം. അതിനുള്ള ശക്തി, കരുത്ത് നമുക്ക് ഉണ്ടാകണം. സഭയിൽ നമ്മൾ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റു പലർക്കും സഹായകമായിട്ട് മാറാം. വിശ്വാസത്തെപ്പറ്റി, സഭയെപ്പറ്റി ഒക്കെ ചിന്തിക്കുവാനായിട്ട് അവർക്ക് അതൊരു പ്രേരണയായിട്ട് മാറാം. അതേ, സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ വിശ്വാസ വഴിയിൽ ഒറ്റയ്ക്കല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടായ്മയിൽ യാത്ര ചെയ്യുമ്പോൾ പല പ്രതിസന്ധികളും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് ശക്തമായിട്ടുള്ള സ്നേഹത്തിലും നന്മയിലും ഉറച്ച നല്ല കൂട്ടായ്മകൾ നമുക്ക് ആവശ്യമാണ്. ഈ കൂട്ടായ്മകൾ വളർത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.